ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും കല്യാണി പ്രിയദർശൻ, നെസ്ലൻ എന്നിവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ലോക എന്ന സിനിമാറ്റിക് യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ സിനിമയിൽ പല ഐതിഹ്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സോ അത്തരം ഐതിഹ്യങ്ങളെക്കുറിച്ചും സിനിമയിൽ വന്നിരിക്കുന്ന ക്യാമിയോകളെല്ലാം ആരെയെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നതിനെക്കുറിച്ചും കൂടാതെ സിനിമയുടെ എൻഡിങ്ങിൽ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരു സിനിമയുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നേ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ കള്ളിയങ്കാട്ട് നീലി എന്നൊരു ക്യാരക്ടറിനെയാണ് ഇതിലെ കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്നത്. ചന്ദ്ര എന്നാണ് ആ ക്യാരക്ടറിന്റെ പ്രസന്റിലെ പേരെല്ലാമെന്ന് പറയുന്നുവെങ്കിലും ഒറിജിനൽ പേരായി പറയുന്നത് കള്ളിയങ്കാട്ട് നീലി എന്ന് തന്നെയാണ്. നമ്മൾ കഥകളിലൂടെയും സിനിമകളിലൂടെയും എല്ലാം കണ്ടിരിക്കുന്നത് ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ഒരു ക്രൂരയായിട്ടുള്ള മനുഷ്യരെയെല്ലാം സ്വന്തം ലാഭത്തിനു വേണ്ടി അവരുടെ ചോര കുടിച്ചുകൊണ്ട് അവരെ കൊല്ലുന്ന ഒരാളായിട്ടാണ്. എന്നാൽ ഈ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റായി ഈ കള്ളിയങ്കാട്ട് നീലിയെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കഥകളിലെ പോലെയെല്ലാം അവർ മറ്റുള്ളവരെ കൊല്ലുന്നുണ്ട്, ചോര കുടിക്കുന്നുണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ദുഷ്ടശക്തികളെ മാത്രമാണെന്നും നല്ലവരെയൊന്നും ഉപദ്രവിക്കുന്നേ ഇല്ലെന്നുമെല്ലാമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഡ്രാക്കുള എന്ന ക്യാരക്ടറിന്റെ കഥ നോക്കുകയാണെങ്കിലും ചില കഥകളിലെല്ലാം ഈ ഡ്രാക്കുളയെ ഒരു ക്രൂരനായിട്ടുള്ള വാമ്പയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആളുകളെല്ലാം നിർദാക്ഷിണ്യം കൊല്ലുന്ന ഒരു വാമ്പയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ചില കഥകളിൽ ഇവിടുത്തെ കള്ളിയങ്കാട്ട് നീലി എന്ന ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി അത്തരമൊരു ആളായി മാറിയതായിട്ടാണ് പറയപ്പെടുന്നത്. കൂടാതെ വവ്വാലുകളും മറ്റും കടിച്ചതുകൊണ്ടാണ് ഇത്തരം പവർ ആ ഒരു ക്യാരക്ടറിന് കിട്ടിയതെന്നും മറ്റു വാമ്പയർ സിനിമകളിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ചോര കുടിച്ചുകൊണ്ടിരിക്കണമെന്നും അവർ കടിക്കുമ്പോൾ ഈ ഒരു ശക്തി മറ്റൊരാളിലേക്കും പകരുമെന്നും സൂര്യപ്രകാശം അവർക്ക് ആപത്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ചിത്രത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ തളച്ചു എന്നാണ്. എന്നാൽ ഇവിടെ അതിനു പകരമായി ഈ കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി തളച്ചു എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ നീലിയെ ഉപയോഗിച്ച് മറ്റു പല ദുഷ്ടശക്തികളെയും തോൽപ്പിക്കാൻ വേണ്ടി കടമറ്റത്ത് കത്തനാർ ശ്രമിച്ചുവെന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മറ്റു ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് മാടൻ, മർദ, ചാത്തൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ്. ഇതിൽ ചാത്തൻ എന്ന രൂപത്തിലാണ് ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ വന്നിരിക്കുന്നത്. അയാൾ ഉപയോഗിക്കുന്ന കീച്ചെയിനിലൂടെ ആ ഒരു കാര്യം വ്യക്തമാണ്. ഒരു ചാത്തന്റെ രൂപമുള്ള കീച്ചെയിനാണ് അയാളുടെ കയ്യിലുള്ളത്. ഇതുകൂടാതെ മറ്റു പല ക്യാമിയോസും വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ, സൗബിന്റെ ക്യാരക്ടർ, അന്നാബിന്റെ ക്യാരക്ടർ, ഇതുകൂടാതെ ചില ക്യാരക്ടറുകൾ വന്നിട്ടുണ്ട്. സോ ഇതിൽ ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ ഒരു പക്ഷേ മാടനായിട്ടോ അല്ലെങ്കിൽ ഒരു വാമ്പയർ ഹണ്ടർ എന്നുള്ള രീതിയിലോ ആയിരിക്കാം വന്നിരിക്കുന്നത്. സോ ഈ വാമ്പയർ ഹണ്ടർ എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് പുറകിൽ 2 വാളെല്ലാം പിടിച്ചിരിക്കുന്ന ആളായിട്ടാണ്. ആ വാളുകളിൽ തന്നെ എന്തെല്ലാമോ കൊത്തിവെച്ചിരിക്കുന്നതായിട്ടോ എഴുതി വെച്ചിരിക്കുന്നത് പോലെയെല്ലാം തോന്നിയിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം തിയേറ്ററിൽ വെച്ച് ഒരു വട്ടം കണ്ടതിന്റെ ഓർമ്മ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ അങ്ങനെ ആ വാളിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. മാർവലിലെ ബ്ലേഡ് എന്ന ക്യാരക്ടറിനെ നോക്കിയാലും ഇത്തരത്തിൽ വാളുകളും മറ്റും ഉപയോഗിച്ച് വാമ്പേഴ്സിനെയും മറ്റും ഹണ്ട് ചെയ്യാൻ നടക്കുന്നതായിട്ടാണ് ആ കഥാപാത്രത്തെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ ഇത്തരത്തിൽ വാമ്പേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാകാൻ വരാൻ പോകുന്നത്. അതിൽ തന്നെ എല്ലാ വാമ്പേഴ്സിനെയും കൊല്ലുകയല്ല, പകരം ദുഷ്ടശക്തികളായിട്ടുള്ള ഈ പവറുകൾ ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊല്ലുന്ന ഒരാളായിട്ടായിരിക്കാം ഈ ക്യാരക്ടർ വരുന്നത്. കൂടാതെ സിനിമയിൽ വില്ലനായി വരുന്ന ആ വാമ്പയർ മരിച്ചതിന് ശേഷം അയാളെ ഒരു പെട്ടിയിലാക്കി ഒരു സ്ഥലത്ത് അടയ്ക്കുമ്പോൾ അവിടെ അതുപോലെയുള്ള കുറെ പേരെ അടക്കം ചെയ്തിരിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. മേ ബി ടൊവിനോയുടെ ക്യാരക്ടറും കല്യാണിയുടെ ക്യാരക്ടറും എല്ലാം മറ്റുള്ള നാട്ടിലേക്കെല്ലാം പോകുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും ഈ ദുൽഖറിന്റെ ക്യാരക്ടർ അവിടെ തന്നെ ഉള്ളതായിട്ടാണ് കാണിച്ചിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ അവിടെ അടക്കം ചെയ്തിട്ടുള്ള ആ ദുഷ്ടന്മാരായിട്ടുള്ള വാമ്പേഴ്സിൽ കൂടുതൽ ആൾക്കാരെയും ഇങ്ങനെ ഒരു വാമ്പയർ ഹണ്ടർ ആയിട്ടുള്ള ദുൽഖറിന്റെ ക്യാരക്ടർ ആയിരിക്കാം കൊന്നിട്ടുള്ളത്. ഇനി മറ്റുള്ള സൗബിന്റെ മറ്റും കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം വാമ്പേഴ്സ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. പകരം അവരെല്ലാം മാടനോ ചാത്തനോ എല്ലാം ആയിട്ടായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. കാരണം കല്യാണി പ്രിയദർശന്റെ നീലി എന്ന ക്യാരക്ടറിനാണെങ്കിൽ സൂര്യപ്രകാശം ആപത്താണ് എന്ന് പറയുന്നുണ്ട്, അത് ഏൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടൊവിനോയുടെ ക്യാരക്ടറിന് ഈ ഒരു കുഴപ്പമില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പകൽ വെളിച്ചത്തിലോ മറ്റോ ആണ് അന്നാബിന്റെ ക്യാരക്ടറിനെയും സൗബിനെയും എല്ലാം കാണിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പുതുതായി വാമ്പേഴ്സായി മാറിയവർക്ക് മാത്രമേ ആ സൂര്യപ്രകാശം അത്ര കുഴപ്പമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ കാണിച്ചിരിക്കുന്ന ക്യാരക്ടറുകളെല്ലാം അന്നാബിന്റെയും സൗബിന്റെയും ക്യാരക്ടറുകളെല്ലാം അത്തരത്തിൽ പുതുതായി വന്നതായി തോന്നിയിട്ടില്ല. പകരം അവരെല്ലാം നേരത്തെ തന്നെ ഇവരുടെ കൂടെ ഉള്ളവരായിട്ട് ഇവരെ പോലെ ഉള്ളവരായിട്ടാണ് തോന്നിയത്.
എന്നിട്ടും ഇവർക്ക് സൂര്യപ്രകാശം കുഴപ്പമില്ലാതെ വന്നിരിക്കുന്നത് അത് അവർ വാമ്പേഴ്സ് അല്ല, പകരം മാടനോ ചാത്തനോ അത്തരത്തിലുള്ള മറ്റ് ശക്തികളായതുകൊണ്ടായിരിക്കാം അവർക്ക് സൂര്യപ്രകാശം കുഴപ്പമില്ലാതെ പോകുന്നത്. സോ ഇതൊക്കെയാണ് സിനിമയിൽ വന്നിരിക്കുന്ന ഐതിഹ്യങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന മാടനെക്കുറിച്ചും ചാത്തനെക്കുറിച്ചും എല്ലാം പറയാനുള്ളത്. ഇനി സിനിമയുടെ എൻഡിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കിയാൽ, അതായത് സിനിമയുടെ ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടോവിനോ തോമസിന്റെ ക്യാരക്ടർ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ഒരു ഗുഹയിൽ വെച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരാളുടെ ഫോട്ടോ എടുത്തുവെന്നും അത് ടോവിനോയുടെ ആ ക്യാരക്ടറിനെ പോലെ തന്നെ ഇരിക്കുന്നുവെന്നും പറയുമ്പോൾ, ഏകദേശം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 349 മറ്റോ സഹോദരങ്ങൾ എനിക്കുണ്ടെന്ന് ടൊവിനോയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഫോട്ടോയാണ് ആ വന്നിരിക്കുന്ന ആൾ ടൊവിനോയെ കാണിക്കുന്നത്. എന്നാൽ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ടൊവിനോയുടെ രൂപം വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയത് ARM എന്ന ചിത്രത്തിലെ മണിയന്റെ ക്യാരക്ടറുമായി സിമിലർ ആണെന്നാണ്. സോ നമുക്കറിയാം ഈ രണ്ട് ചിത്രങ്ങളും രണ്ട് യൂണിവേഴ്സിലുള്ളതാണ്. സോ ഈ രണ്ട് ചിത്രങ്ങളെയും കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നിരുന്നാലും ഇവിടെ കാണിച്ചിരിക്കുന്ന സിമിലാരിറ്റി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കണക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇനി പറയുന്നത്. അതായത് ഈ ടൊവിനോയുടെ ക്യാരക്ടറും മറ്റും ഇത്തരത്തിൽ ചാത്തനാണെങ്കിൽ അവർക്കെല്ലാം ഓരോ പ്രത്യേക ശക്തികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ARM എന്ന ചിത്രത്തിൽ മണിയന്റെ ക്യാരക്ടറിനും ഇത്തരത്തിലുള്ള ഒരു ശക്തിയോ മറ്റോ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് മരണമില്ലാത്തതുപോലെയാണ് കാണിക്കുന്നത്. അജയൻ പലപ്പോഴും അപകടത്തിൽ പെടുമ്പോഴെല്ലാം ആ ഗുഹയിലും മറ്റും പെട്ടുപോകുമ്പോഴെല്ലാം മണിയൻ അവിടേക്ക് വരുന്നതായും ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ മണിയൻ അവിടെ കാൽ വെച്ചുകൊണ്ട് ആ നാടിനെ സംരക്ഷിക്കാനായി എന്നും താൻ അവിടെ നിലനിൽക്കുമെന്ന് മരണമില്ലാത്തതുപോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ഈ സിനിമയിലും ഇത്തരം അത്ഭുത ശക്തിയുള്ളവരെ കാണിക്കുമ്പോൾ, വാമ്പേഴ്സിനെയും മാടനെയും ചാത്തനെയും എല്ലാം കാണിക്കുമ്പോൾ അവരും ഇമ്മോർട്ടൽസ് ആണെന്നെല്ലാം പറയുന്നുണ്ട്. കൂടാതെ ആ ഒരു രൂപം വെച്ച് നോക്കിയാലും ആ ഒരു ക്യാരക്ടർ മണിയനുമായിട്ട് വളരെ സിമിലർ ആയിരുന്നു. ഇതുകൂടാതെ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചാണെന്നാണ് പറയുന്നത്. മണിയൻ എന്ന ക്യാരക്ടറിനെ നമുക്കറിയാം, ആ ക്യാരക്ടറും പലപ്പോഴും ഗുഹകളിലും മറ്റും പോയി ഒളിച്ചിരിക്കുന്നതായും തന്റെ കട്ട മുതലെല്ലാം കൊണ്ട് ജഗദീഷുമായി ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നതായും, കൂടാതെ മണിയന്റെ കഥകളും മറ്റും ഇത്തരത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊത്തിവെച്ചിരിക്കുന്നതായും മറ്റും കാണിച്ചിട്ടുമുണ്ട്. സോ ഇങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ ഈ ലോക എന്ന സിനിമയിൽ വന്നിരിക്കുന്ന ചാത്തന്മാരിൽ ഒരാളായിട്ട് തന്നെ മണിയനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് ചിത്രങ്ങളും രണ്ട് യൂണിവേഴ്സിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പകരം ആ ഒരു ക്യാരക്ടറുമായി സിമിലറായി വരുന്ന ഒരു രൂപം കൊടുത്തതാകാം, അതല്ലെങ്കിൽ മണിയൻ എന്ന ആ ക്യാരക്ടറിന്റെ ജസ്റ്റ് ഒരു റെഫറൻസോ മറ്റോ ഇനി വരുന്ന ചിത്രങ്ങളിൽ കൊടുത്തു പോകാനും സാധ്യതയുണ്ട്. ഇനി അവസാനമായി പറയാനുള്ളത്, ഏറ്റവും ഒടുവിലായി ചാത്തന്മാർ വരും എന്ന രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. സോ അടുത്തൊരു സിനിമ വരികയാണെങ്കിൽ നമ്മൾ അതിൽ കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചാത്തന്മാരെ കൊണ്ടുള്ള കാര്യങ്ങളാവും. അതായത് ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള വാമ്പേഴ്സിനെ വെച്ചുള്ള കഥകളാണ് കൂടുതലായി പറഞ്ഞിരുന്നതെങ്കിൽ ഇനി വരുന്ന ചിത്രത്തിൽ ടൊവിനോയെ പോലെയുള്ള ഒരുപാട് ചാത്തന്മാരെ കണക്ട് ചെയ്തുള്ള, അതിൽ നല്ലതും മോശവുമായിട്ടുള്ള ചാത്തന്മാരെ വെച്ചുള്ള കഥകളായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ യൂണിവേഴ്സിന്റെ ലോക എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളിലൂടെയും കഥകളിലൂടെയും മറ്റും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ പലരും ഉണ്ടെന്ന് വിശ്വസിക്കുകയും മറ്റും ചെയ്യുന്ന ഇത്തരം ശക്തികളെക്കുറിച്ചും മറ്റും കാണിക്കുകയാണ്. അതിൽ ഈ ചിത്രത്തിൽ രക്തദാഹികളായിട്ടുള്ള വാമ്പേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ഒളിഞ്ഞിരുന്ന് മനുഷ്യരെ ആക്രമിച്ച് അവരുടെ രക്തം കുടിക്കുന്നു എന്നെല്ലാം കരുതുന്ന യക്ഷികളെ കുറിച്ചും മറ്റുമാണ് പറയുന്നത്. ഇനി അടുത്ത ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ ടൊവിനോയും മറ്റും കേന്ദ്ര കഥാപാത്രമാക്കി ചാത്തന്മാരെയും, പിന്നീട് വരുന്ന ചിത്രത്തിൽ മാടന്മാരെയും, അങ്ങനെ ഈ ദുഷ്ടശക്തികളെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും ഒടുവിൽ അതെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു എൻഡിങ്ങുമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. സോ ഈ ചിത്രത്തിന്റെ വിജയം പോലെ തന്നെ ഈ ലെവലിൽ അവർ പോവുകയാണെങ്കിൽ തീർച്ചയായും അത്തരമൊരു വിജയം അവർക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ ഇത്രയുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെല്ലാം തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.